സത്യഭാമ ശ്രീകൃഷ്ണന് തുലാഭാരം നടത്തിയ കഥ അറിയാമോ? ഒരിക്കൽ നാരദൻ നൽകിയ പാരിജാത പുഷ്പം കൃഷ്ണൻ തന്റെ ആദ്യ ഭാര്യ ആയ രുക്മിണിക്ക് നൽകി. ഇതിൽ സത്യഭാമ അസൂയാലുവായി. നാരദന്റെ നിർദ്ദേശപ്രകാരം സത്യഭാമ ഒരു വ്രതം നോൽക്കാൻ തീരുമാനിച്ചു. വ്രതത്തിന്റെ അവസാനം കൃഷ്ണനെ നാരദന് ദാനമായി നൽകാനും പിന്നീട് സ്വർണം കൊണ്ട് കൃഷ്ണന് തുലാഭാരം നടത്താമെന്നു തീരുമാനിച്ചു. കൃഷ്ണനോടുള്ള തന്റെ അഗാധമായ സ്നേഹവും തന്റെ സമ്പത്തും ഇതുവഴി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താമെന്നും സത്യഭാമ കരുതി. കൃഷ്ണന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുന്നത് കാണാൻ കൊട്ടാരമുറ്റത്തു ആളുകൾ കൂടി. സത്യഭാമ അഭിമാനപൂർവ്വം കൃഷ്ണനോട് ത്രാസിന്റെ ഒരു തട്ടിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ പുഞ്ചിരിയോടെ അത് അനുസരിച്ചു. സത്യഭാമ മറ്റേ തട്ടിൽ സ്വർണം ഒന്നൊന്നായി അടുക്കി വെക്കാൻ തുടങ്ങി. കുറച്ചു സ്വർണം വച്ചിട്ടും കൃഷ്ണൻ ഇരിക്കുന്ന തട്ട് അല്പം പോലും അനങ്ങിയില്ല. സത്യഭാമ കുറേയധികം സ്വർണം കൂടി തട്ടിൽ വെച്ചു. കൃഷ്ണന്റെ തൂക്കത്തിന് തുല്യമാകും എന്ന് കരുതി സത്യഭാമ കരുതി വെച്ചിരുന്ന സ്വർണം മുഴുവനും തട്ടിൽ വെച്ചു. എന്നിട്ടും കൃഷ്ണൻ ഇരിക്കുന്ന തട്ട് അല്പം പോലും ഉയർന്നില്ല. പരിഭ്രാന്തിയായ സത്യഭാമ തന്റെ സേവകരോട് കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തന്റെ കയ്യിൽ ഇരിക്കുന്ന മുഴുവൻ സ്വർണവും മറുതട്ടിൽ വെച്ചിട്ടും കൃഷ്ണനിരുന്ന തട്ട് അങ്ങാതെയിരിക്കുന്നത് കണ്ട് സത്യഭാമ ഒടുവിൽ രുക്മിണിയെ അഭയം പ്രാപിച്ചു. സത്യഭാമയുടെ അപേക്ഷ പ്രകാരം രുക്മിണി ത്രാസിനടുത്തേക്ക് നീങ്ങി. അടുത്തുള്ള തുളസിനുള്ളിയെടുത്ത് വളരെ ഭക്തിയോടും ആദരവോടും കൂടി മൂന്നിലകൾ ത്രാസിൽ വെച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഭഗവാൻ കൃഷ്ണൻ ഇരുന്ന തട്ട് പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു. ഈ കാഴ്ച കണ്ട സത്യഭാമക്ക് തന്റെ തെറ്റ് മനസ്സിലായി. പണവും സ്വർണവുമല്ല, പരിശുദ്ധമായ ഭക്തിയും സമർപ്പണവും ആണ് ഭഗവാന് പ്രിയം.